അപ്പം നമ്മൾ എന്താണ് NMR, അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സ്പിന്ന്, ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു NMRൻ്റെ റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. -2μb² ആണ് അതിൻ്റെ റെസൊണൻസ് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഇനി റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു റെസൊണൻസ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെയാണ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെയും അതുപോലെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വി പ്രൊവൈഡഡ്, അതിനെ രണ്ടിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് വരുവാണ്. റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് μ ആണ് നമ്മൾ എടുക്കുക. എപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് B0 എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ന്യൂക്ലിയസ് വെച്ച് കഴിയുമ്പം അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താവും, μ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ളൊരു ഇൻട്രാക്ഷൻ എനർജി, അതായത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഈ ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനർജി E എന്ന് പറയുന്നത് -μb0 ആണ്. ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് -μb0 ആണ്. അതായത് നമുക്കറിയാം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ആണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഈ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോൺ സ്പിന്നിൻ്റെയൊക്കെ കാര്യമായിട്ട് ഡയറക്ഷനാണ്. ഇനി നമുക്കറിയാം ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോട്ട് മാറ്റുമ്പം എന്താവും, -μb0 cos θ ആവും. ഇനി cos θ എന്ന് പറയുന്നത് നമുക്കറിയാം mi/i ആണ്. അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് mi/i ആണ്. അപ്പം ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇതിന് നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഇവിടെ ബാക്കിയൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനില്ല. ആകെപ്പാട് ചേഞ്ച് വരുന്നത് ΔMi ആണ്. അപ്പം നമ്മൾ μb0, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ΔE എന്ന് വരുമ്പം ഇവിടെ ചേഞ്ച് വരുന്നത് MIക്ക് മാത്രമാണ്, അതായത് ΔMi ആവുന്നു. അപ്പം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MIയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 2i+1 ആയിരിക്കും. 2i+1 ആണ് ഒരു ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അവിടെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈക്വലി സ്പേസ്ഡ് ആണ് നമ്മളവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നിഗ്ലക്റ്റ് ചെയ്ത് കളയാം, ഈ ഒരു ടേമിനെ നിഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കുമല്ലോ, ഈക്വൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടേമിനെ അവിടെ നിഗ്ലക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ദർഫോർ ΔE എന്ന് പറയുന്നത് μb0/i എന്ന് പറയുന്ന ഒരു വാല്യൂ ആവും. അതുപോലെ തന്നെ നമുക്കറിയാം മ്യൂവിൻ്റെ വാല്യൂ എന്തും കൂടിയാണ്. നമ്മൾ രണ്ട് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു മ്യൂവിന്. μ = ഗാമ IH ക്രോസും അതുപോലെ മ്യൂ എന്ന് പറയുന്നത് GN μN IU ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ആ ഒരു വാല്യൂ μ = GN μN I എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് മ്യൂവിന് പകരം. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ΔE = GN μN B0 I എന്ന് പറഞ്ഞ് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഐനെയും ഈ ഐനെയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് GN μN B0 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മളുടെ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു GN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ന്യൂക്ലിയർ G ഫാക്ടറാണ്. μN എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. B0 എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ ബേസിക്കലി റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ΔE എന്ന് പറയുന്നത് റെസൊണൻസ് കണ്ടീഷൻ ആവുന്ന എപ്പോഴാണ്, ന്യൂക്ലിയർ G ഫാക്ടറും ഈ ഒരു വാല്യൂ വരുമ്പോഴാണ് റെസൊണൻസ് കണ്ടീഷൻ ആവുന്നത്. ഒരു സ്പിൻ ഹാഫ് സിസ്റ്റത്തിനാണെങ്കിൽ I എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അപ്പോൾ MI എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ രണ്ട് എനർജി ലെവൽസ് എന്ന് പറയുന്നത് -1/2 +1/2. അപ്പം നമുക്ക് അതിൻ്റെ എനർജീസ് എന്തെന്ന് എഴുതാം, ഈ ഹാഫ് ഈസ് ഈക്വൽ ടു -μb0 എന്നും ഈ -1/2 = μb0 എന്നും പറഞ്ഞ് എഴുതാം. അപ്പം ഒരു നോർമൽ NMR സിസ്റ്റത്തിൽ നമ്മൾ B0ൻ്റെ വാല്യൂ എപ്പോഴും 1 to 5 ടെസ്ലയും അതുപോലെ μ
അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു കണ്ടീഷൻസ് യൂസ് ചെയ്താലേ നമുക്ക് റെസണൻസ് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ.